എല്ലാവർക്കും നമസ്കാരം. നാളെ ലോകം മുഴുവനും മദേഴ്സ് ഡേ ആഘോഷിക്കാനായിട്ട് തയ്യാറെടുക്കുവാണ്. നമ്മുടെ നാട്ടിൽ അത്രയും പോപ്പുലർ അല്ലെങ്കിലും ഇവിടെ വെസ്റ്റേൺ കൾച്ചറിൽ യൂറോപ്പിലും അമേരിക്കയിലും ഒക്കെ മദേഴ്സ് ഡേ എന്ന് പറഞ്ഞാൽ ഭയങ്കര ആഘോഷമാണ്. കാരണം ചിലപ്പം അവരുടെ ജീവിത ചുറ്റുപാട് കാരണം അല്ലെ മക്കളുടെ തിരക്ക് കാരണം ഇവിടെയൊക്കെ ഒരുപാട് മാതാപിതാക്കളെ ഒത്തിരി പ്രായമായിട്ട് അവർക്ക് തന്നെ ജീവിക്കാൻ പറ്റാത്ത അവസ്ഥ വരുമ്പോൾ നഴ്സിംഗ് ഹോമിലാണ് കൊണ്ടാക്കുന്നത്. അറിയാമല്ലോ. അപ്പം നഴ്സിംഗ് ഹോമിലുള്ള CNAമാർക്കും ഇന്നത്തെ ദിവസവും നാളത്തെ ദിവസവും ഒരുപാട് ജോലി തിരക്കുള്ളതാണ്. കാരണം എന്നാന്ന് വെച്ചാൽ ഈ അമ്മമാരെയൊക്കെ പരമാവധി നന്നായിട്ട് റെഡിയാക്കി നല്ല മേക്കപ്പ് ഒക്കെ ഇട്ട് അങ്ങേയറ്റം പ്ലസന്റബിൾ ആക്കി ഇരുത്തേണ്ടതാണ്. കാരണം എത്ര ജോലി തിരക്കിൻ്റെ ഇടയിലും എത്ര പ്ലെയിൻ ടിക്കറ്റ് കൂടുതലാണെങ്കിലും മക്കളെല്ലാവരും ഒരു ദിവസം പൂക്കളുമായിട്ട് അമ്മമാരെ കാണാൻ വരുന്ന ദിവസമാണ്. അപ്പം അമ്മമാരെല്ലാവരും ചെറിയ ഒരു ബോധം ബ്രെയിനിൽ ഉള്ള എല്ലാ അമ്മമാരും വളരെ സന്തോഷത്തോടെ നോക്കിയിരിക്കുന്ന ഒരു ദിവസമാണ്. മക്കളെ കുറേ നാൾ കൂടി കാണാൻ കിട്ടുന്ന ഒരു ദിവസമാണ് മദേഴ്സ് ഡേ. അപ്പോൾ ഈ മദേഴ്സ് ഡേ നാളെ ആചരിക്കുമ്പോൾ എൻ്റെ മനസ്സിൽ കൂടെ കടന്നുപോയ കുറച്ച് അമ്മമാരുണ്ട്. എൻ്റെ സ്വന്തം പെറ്റമ്മയുണ്ട്, പിന്നെ എൻ്റെ അമ്മയുടെ ചേച്ചി എൻ്റെ പോറ്റമ്മയുണ്ട്, പിന്നെ എൻ്റെ അമ്മായിയമ്മയുണ്ട്, പിന്നെ അതുപോലെ എൻ്റെ മനസ്സിലുള്ള കുറേ അമ്മമാരുണ്ട്. എൻ്റെ കുഞ്ഞുനാൾ തൊട്ട് ഈ വയസ്സ് വരെ നന്മ മരങ്ങളായി തണൽ വൃക്ഷങ്ങളായിട്ട് എൻ്റെ മനസ്സിൽ നിൽക്കുന്നത്. അപ്പം എൻ്റെ അമ്മയെന്ന് പറഞ്ഞാൽ റഫ് ആൻഡ് ടഫ് ആയിട്ടുള്ള ഒരു ഗൈയും വുമണും കൂടെ ചേർന്ന ഒരു വ്യക്തിത്വമായിരുന്നു. കാരണം അപ്പന് ഗൾഫിലായിരുന്നത് കൊണ്ടും വർഷത്തിൽ ഒരിക്കലേ വരുവുള്ളത് കൊണ്ടും ഈ പെൺമക്കളെ എല്ലാം ഭയങ്കര ഡിസിപ്ലിൻഡ് ആയിട്ട് വളർത്തണം, അല്ലെങ്കിൽ വഴിവഴിച്ചു പോയാലോ എന്നൊക്കെ പേടിയുള്ള ഒരു വെറും സാധാരണക്കാരിയായിരുന്നു എൻ്റെ അമ്മ. അപ്പോൾ അപ്പൻ്റെ ഡിസിപ്ലിനിങ് റോളായിരുന്നു കൂടുതലും അമ്മയുടെ ആ തണുത്ത ഒരു റോളിനെക്കാട്ടിലും കൂടുതലും മമ്മിയിൽ തിളങ്ങി നിന്നിരുന്നത്. പക്ഷെ എൻ്റെ അമ്മ എങ്ങനെയൊക്കെ വളർത്തിയോ കുറേ വിഷമങ്ങളൊക്കെ കൊച്ചുനാളിൽ എല്ലാവരും പോലെ എനിക്കും വന്നിട്ടുണ്ടെങ്കിൽ എൻ്റെ അമ്മ എനിക്ക് തന്ന ആ ഒരു ഹ്യൂമാനിറ്റേറിയൻ ആ ഒരു മെൻറ്റാലിറ്റി, അതായത് എൻ്റെ എന്നുള്ളതിനപ്പുറം സെൽഫ്ലെസ് ആയിട്ടുള്ള ഒരു സഹായിക്കാനുള്ളൊരു മനോഭാവം എനിക്ക് തോന്നുന്നു എനിക്ക് കിട്ടിയത് എൻ്റെ അമ്മയെന്നാണ്. നമുക്ക് എല്ലാവർക്കും നമ്മുടെ അമ്മമാരെ ഓർക്കുമ്പോൾ എത്ര തിളച്ചു മറിയുന്ന ഒരു ദേഷ്യപ്പെട്ട അവസ്ഥ വരുമ്പോൾ പോലും ഒരു നനുത്ത തണുപ്പായി ഒരു ഐസ് നെഞ്ചത്തിട്ട ഒരു ഫീലിംഗ് ആണ് അമ്മയുടെ മുഖം ഒന്ന് മനസ്സിൽ ഓർക്കുമ്പോൾ. നമുക്ക് എല്ലാവർക്കും അങ്ങനെ തന്നെ. പ്രത്യേകിച്ച് ഇപ്പം നമ്മുടെ കൂടെ സ്വന്തം അമ്മമാരെ നഷ്ടപ്പെട്ടിട്ട് ഉള്ളവരായി മധ്യവയസ്കിലൊക്കെ എത്തുമ്പോൾ വയസ്സായ അമ്മമാരൊക്കെ മരിച്ചു പോയവർ തീർച്ചയായിട്ടും വേദനയോടെയും എന്താ പറയണ്ടേ സന്തോഷത്തോടെയും എല്ലാം മിശ്രിതം കലർന്നൊരു വികാരത്തോടെ അമ്മമാരെ ഓർക്കുന്ന ദിവസം. എൻ്റെ അമ്മ എനിക്ക് ഒരു സംഭവം ഞാൻ പറയാവേ, ഒരുപാട് കാര്യങ്ങളുണ്ടെങ്കിലും ഒരു സെൽഫ്ലെസ് മമ്മി ചെയ്ത ഒരു ഡീഡ് ഇപ്പോഴും എൻ്റെ മനസ്സിൽ ഒരു മൂവി റൺ ചെയ്യുന്ന പോലെ ഇടയ്ക്കിടയ്ക്ക് ഓർമ്മ വരുന്ന ഒരു കാര്യം ഞാൻ പറയാം. ഞങ്ങളുടെ അടുത്തുള്ള ഒരു ചേച്ചി, ഞങ്ങളുടെ അയൽവക്കമാണ്, ചേച്ചിയെ കല്യാണം കഴിച്ച ചേട്ടന് മരുമോന് ഒരു ദിവസം നമ്മുടെ വീട്ടിൽ വന്നിട്ട് പറയുക. അപ്പം ഞങ്ങൾ ഇങ്ങനെ ഒളിഞ്ഞു നിന്ന് അഡൽട്സ് ഒക്കെ വീട്ടിൽ വരുമ്പോൾ ഇങ്ങനെ അങ്ങോട്ട് ചെല്ലുന്ന മമ്മിക്ക് ഇഷ്ടമല്ല. മമ്മി എപ്പോഴും പറയും വലിയൊരു കാര്യം പറയുന്നിടത്ത് പിള്ളേർ വരരുതെന്ന്. അറിയാമല്ലോ കർശനക്കാരിയായ അമ്മ. എന്നാലും നമ്മൾ കേൾക്കുകയാണ് ഈ അങ്കിൾ വന്ന് പറയുക, അമ്മാമ്മയെ എല്ലാവരോടും ചോദിക്കാനുള്ള എല്ലാവരോടും ഞാൻ ചോദിച്ചു, എനിക്കൊരു രക്ഷയില്ല, നാളെ ടിക്കറ്റിനുള്ള പൈസ കൊടുക്കണം, ഗൾഫിൽ പോകാൻ ഒരു ഓഫർ വന്നിട്ടുണ്ട്, അപ്പം നാട്ടിൽ നല്ല നല്ല ജോലിയൊന്നും ഇല്ലാത്തതുകൊണ്ട് ഗൾഫിൽ പോയാൽ കുടുംബം രക്ഷപ്പെടും ഇവരുടെ. അപ്പം ഗൾഫിൽ പോകാനുള്ള ടിക്കറ്റ് ചാർജ് കൊടുക്കാനും വിസ ചാർജ് കൊടുക്കാനും ഉള്ള പൈസയ്ക്ക് വേണ്ടി ഓടി നടന്നിട്ട് എങ്ങൊന്നും ആയില്ല, നാളെ പൈസ കൊടുക്കേണ്ട ദിവസമാണ്, അമ്മാമ്മ എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ലെന്നും പറഞ്ഞു ആ ചേട്ടനും ചേച്ചിയും കൂടെ ഞങ്ങളുടെ വീട്ടിൽ വന്നിരുന്ന് പറഞ്ഞപ്പോൾ ഞാൻ നോക്കിക്കൊണ്ടിരിക്കുകയാണേ. പെട്ടെന്ന് മമ്മിയുടെ കയ്യിലും പൈസ ഇല്ല. പക്ഷേ അമ്മ എന്താ ചെയ്തതെന്ന് അറിയാമോ, കഴുത്തേന്ന് കിടന്ന ആ മിന്നുമാല ഊരിയിട്ട് അതിൽ നിന്ന് മിന്നെടുത്ത് മാറ്റിയിട്ട് ഇത് അവർക്ക് കൊടുത്തിട്ട് പറഞ്ഞു, മോനെ നീ നാളെ ഇത് കൊണ്ട് പണയം വെച്ച് എത്ര കിട്ടുന്നതെന്ന് വെച്ചാൽ അതും കൊണ്ട് നീ ടിക്കറ്റിൻ്റെ പൈസ കൊടു, നിന്റെ ഗൾഫിൽ ചെന്ന് ജോലിയൊക്കെ കിട്ടിയിട്ട് എപ്പോഴെങ്കിലും ഒക്കെ ആയിട്ട് നീ എനിക്ക് തന്നാൽ മതി, പോയി രക്ഷപ്പെടാൻ നോക്കെന്നും പറഞ്ഞുകൊണ്ട് പറഞ്ഞു വിട്ടത് ഇപ്പോഴും എൻ്റെ മുന്നിൽ ഒരു മൂവി കാണുന്ന പോലെ ഉണ്ട്. അപ്പൊ ഞാൻ ഓർക്കുന്ന എന്താ അറിയാമോ, ഈ എൻ്റെ എന്നുള്ള ഒരു ചിന്തയില്ലാതെ എന്നാൽ എൻ്റെ അപ്പൻ ഇപ്പൊ അവിടെ ഇല്ല, അയ്യോ മിന്നുമാല കൊടുത്ത അപ്പൻ അറിഞ്ഞ, ഇങ്ങനെ ഒന്നും മമ്മി ആ നിമിഷം ചിന്തിച്ചില്ല. ജസ്റ്റ് അവരുടെ മറ്റവരുടെ ഒരു കാര്യം, ഞങ്ങളുമായിട്ട് യാതൊരു ബ്ലഡ് റിലേഷനോ ഒന്നും ഉള്ളതല്ല, ഒരുപാട് കൂട്ടിവരവും സഹകരണവും ഒന്നും ഉള്ള കുടുംബമല്ല, ജസ്റ്റ് പരിചയത്തിന്റെ പുറത്ത്. അതിപ്പോഴും ഞാൻ ചിലപ്പോഴൊക്കെ ഓർക്കും. അതുപോലെ എൻ്റെ അമ്മായിയമ്മയുടെ ഒരു കാര്യം എനിക്ക് പറയാനുള്ളത് എന്താണെന്നറിയാമോ, മമ്മിയാണെങ്കിൽ ഞാനിങ്ങനെ പൂർണ്ണ ഗർഭിണിയായിട്ട് ബാംഗ്ലൂരിൽ നിന്ന് നാട്ടിൽ വന്നപ്പോൾ
ചക്കയൊക്കെ വേവിച്ചത്, കപ്പ വേവിച്ചത്, ഇതൊക്കെ എൻ്റെ ഫേവറേറ്റ് എന്നറിയാവുന്നതുകൊണ്ട് ഒരു ദിവസം ചക്ക വേവിച്ച് അത് ഞാൻ കഴിച്ചു. പക്ഷെ കഴിച്ചിട്ട് വയറ്റി പിടിക്കാൻ ഞാൻ തോന്നുന്നു, വല്ലാണ്ട് ഇങ്ങനെ ഛർദ്ദിക്കാൻ വന്നു. ഇങ്ങനെ ഛർദ്ദിക്കാൻ വന്നു, അറിയാമല്ലോ, നിറഞ്ഞ വയറോടെ ബാത്റൂമിലേക്ക് ഓടാനുള്ള ഒരു സാഹചര്യത്തിന് വേണ്ടി ഞാൻ അങ്ങോട്ട് നടക്കാൻ തുടങ്ങും. ഇങ്ങനെ വന്നുപോയി എൻ്റെ അമ്മായിയമ്മ കൈക്കുമ്പിൾ ഇങ്ങനെ നീട്ടിപ്പിടിച്ച് ആ കൈക്കുമ്പിളിൽ ഞാൻ ഛർദ്ദിച്ചു. അതെനിക്ക് ഇന്നും ഒരു ലൈവ് ഇതായിട്ട് എൻ്റെ മനസ്സിൽ നിൽക്കുന്നതാണ്. ഇതുപോലെ എനിക്ക് ഒത്തിരി അമ്മമാരുണ്ട്. എൻ്റെ അമ്മയുടെ ചേച്ചി എൻ്റെ വളർത്തമ്മയാണ്. അമ്മച്ചി ഇന്ന് ജീവിച്ചിരിപ്പില്ല, പക്ഷെ എന്നും ഓർക്കുമ്പോൾ എൻ്റെ ഏറ്റവും വലിയ തണൽ വൃക്ഷം എൻ്റെ അമ്മച്ചിയായിരുന്നു. എത്ര സങ്കടവും എത്ര ദേഷ്യവും എന്തെല്ലാം കൊണ്ട് ഓടിച്ചെന്നാലും ആരമ്മച്ചിയുടെ അടുത്ത് ചെന്നാലും വല്ലാതെ ഐസ് പോലെ തണുക്കുന്ന ഒരു ഫീലിംഗ് ആയിരുന്നു അമ്മച്ചി എനിക്ക് തന്നിരുന്നത്. അത് ഇടയ്ക്കിടയ്ക്കൊക്കെ ഞാൻ ഓർക്കാറുണ്ട്. എന്തിനാ ഞാനിത് പറയുന്നതെന്ന് വെച്ചാൽ, നമ്മൾ അമ്മമാരോട് എന്തെങ്കിലുമൊക്കെ കാര്യത്തിന് സ്വത്തിൻ്റെ പേരിലോ അല്ലെങ്കിൽ വേറെ മക്കൾ തമ്മിൽ വേർതിരിവ് കാണിച്ചെന്നോ അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ ചെറിയ ചെറിയ കാര്യങ്ങളായിക്കോട്ടെ വലിയ കാര്യങ്ങളായിക്കോട്ടെ പിണങ്ങി ആരെങ്കിലും ഈ വീഡിയോ ഇങ്ങനെ ഓടിച്ചോടിച്ച് പോകുന്ന വഴി കേൾക്കുമ്പോൾ ആരെങ്കിലും അമ്മമാരോട് മിണ്ടാതിരുന്നിട്ട് കുറച്ച് നാളുകളായെങ്കിൽ അവരുടെ ഉള്ളിലൊരു അമ്മയെ ഒന്ന് എടുപ്പിക്കാൻ, അവരുടെ ഉള്ളിലുള്ള ആ ഒരു കെറുവിന് ഒരു മാന്ദ്യം വരുത്താൻ ഫോൺ എടുത്ത് ഹലോ അമ്മ എന്തോ ഉണ്ടെന്ന് ഒത്തിരി വർഷങ്ങൾക്ക് ശേഷം ചോദിക്കാനുള്ള ഒരു തോന്നൽ ഉണ്ടാവാൻ വേണ്ടി മാത്രമാണ് ഞാനിത് പറയുന്നത്. കാരണം അമ്മയെ റീപ്ലേസ് ചെയ്യാൻ വേറെ ആരും കിട്ടത്തില്ലെന്ന് നിങ്ങൾക്ക് എല്ലാവർക്കും നിങ്ങളുടെ ഉള്ളിൻ്റെ ഉള്ളിൽ അറിയാം. എന്തൊക്കെ ഈഗോയുടെ പേരിലാണോ എന്തൊക്കെ വാശിയുടെ പുറത്താണോ നിങ്ങൾ ആരെങ്കിലും ഈ ലോകത്തിൽ സ്വന്തം അമ്മയോട് മിണ്ടാതിരിക്കുന്നുണ്ടെങ്കിൽ അത് മാറ്റിയില്ലെങ്കിൽ നിങ്ങൾക്കാണ് നഷ്ടം. അമ്മയ്ക്കെല്ലാം നഷ്ടം, നിങ്ങൾക്കാണ് നഷ്ടം. ആ തണൽ വൃക്ഷത്തിന്റെ തണലിൽ ഇരിക്കാനുള്ള ചാൻസ് നിങ്ങൾ നഷ്ടപ്പെടുത്തിയാൽ അതൊരിക്കലും തികത്താൻ നിങ്ങൾക്ക് പറ്റാതെ വരുമ്പോൾ പിന്നെ കരഞ്ഞിട്ട് കാര്യമില്ല. താങ്ക് യു വെരി മച്ച്.